അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന ഈ ഓടിട്ട ഈ ഒരു വീട്, ഫ്രണ്ട് ഭാഗം കട റൂം, പിൻഭാഗത്ത് വീടൊക്കെ ആയിട്ടുള്ള ഒരു 20 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ വില ഒന്നും ചോദിക്കുന്നു കേട്ടോ. ഒരു ബിൽഡിംഗ് സൈറ്റും കൂടിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നേരെ ഫ്രണ്ടിൽ വരുന്നത് ബസ് റൂട്ടുള്ള ടാറിംഗ് റോഡാണ് വരുന്നത്. അപ്പോൾ മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. നല്ലൊരു ഏരിയ ആണ്. തൊട്ടടുത്ത് നല്ലൊരു ബിൽഡിങ്ങുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തോട് ഇതിൽ കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പണ്ടൊരു കടമുറിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും അതിനൊന്നും ഇല്ല, ഇപ്പോൾ ഒക്കെ കാലിയാണ്. അപ്പോൾ നമ്മൾക്കിത് പൊളിച്ചിട്ട് നല്ലൊരു ബിൽഡിംഗ് സൈറ്റ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി. ഈ വളവിൽ അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. തൊട്ട് ചാരി ഇവിടെ 3 ഷട്ടറുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകൾക്ക് അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടൊക്കെ ഉള്ള വലിയൊരു ബിൽഡിങ്ങും തൊട്ട് ചാരി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മതിലിനോട് ചാരി ഇതാണ് ഇത് സ്ഥലത്തിൻ്റെ അതിര് വരുന്നത്. പിൻഭാഗത്ത് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടുമുണ്ട്. അപ്പോൾ നമ്മൾ കാലി സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതി. മാർക്കറ്റ് റേറ്റ് എത്രയാണോ അതിലും കുറച്ചാണ് ഇവർ വില ചോദിക്കുന്നേ ഉള്ളൂ. കാരണം അർജൻറ്റ് വിൽപ്പനയാണ്. എന്നത് ഇങ്ങനെ അടിഭാഗത്തേക്ക് സ്ഥലം ഇങ്ങനെ പോകണം. ബിൽഡിംഗ് ഉണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ള ബിൽഡിങ് പിൻഭാഗത്തേക്കുണ്ട്. 3 നിലകളിലായിട്ടാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമുക്ക് തൊട്ട് ചാരി ഇവിടെ നല്ലൊരു ബിൽഡിങ് കയറ്റുക, അല്ലെങ്കിൽ ഗോഡൗണുകൾ കയറ്റുക, അപ്പാർട്ട്മെൻറ്റ്, ക്വാർട്ടേഴ്സ്. ഇനി ഫ്രണ്ട് ഭാഗം ബിൽഡിങ്ങും ബാക്ക് ഭാഗത്ത് നമ്മൾക്ക് വീടൊക്കെ വേണമെങ്കിൽ അങ്ങനെ കയറ്റാം. യഥേഷ്ടമുള്ള സൗകര്യമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വെള്ളമൊന്നും കയറില്ല. മഴക്കാലത്ത്, ഫ്ലഡ് കാലത്ത് വെള്ളമൊന്നും കയറിയ ചരിത്രമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. പിൻഭാഗത്ത് പാടായിട്ടാണ് വരുന്നത്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരെ ഫ്രണ്ടിൽ കൂടെ ബസ് റൂട്ടാകുന്നുണ്ടാവും. ബസ് പോകുന്ന മിനി ബസ് സർവീസുള്ള റൂട്ടാണ്. അപ്പോൾ എപ്പോഴും തിരക്ക് പിടിച്ചിട്ടുള്ള റോഡാണ്. അപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ നമ്മൾ വീടിനൊന്നും വില ചോദിക്കുന്നില്ല. ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഈ കയറി വരുന്ന ഈ ഒരു പൂമുഖം, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും മുകൾ ഭാഗം ടെറസ് ഇട്ടതാണ്. പിന്നെ റൂമുകൾ കുറച്ചുണ്ട് കേട്ടോ. അതിൽ ഉൾഭാഗത്ത് ഇവിടെയൊക്കെ റൂമുകൾ വേറെയുണ്ട്. ഇതും ടെറസ് ഇട്ടതാണ്. ഇതൊക്കെ റൂമൊക്കെ ഒരു ആവറേജ് സൈസ് ഉണ്ട്. മലപ്പുറം ജില്ലയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ്റെ വിലയൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. ഇനി അത് കൂടാണ്ട് ഇവിടെ വലിയൊരു ഹാള്. ഈ ഹാള് 3 റൂം, കിച്ചണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഓട് മേഞ്ഞിട്ടുള്ളതാണ്. അടിഭാഗം ഫ്ലോറിങ് കാവ്യാണ്. അതുപോലെ ബ്ലാക്ക് ഓക്സൈഡ്, റെഡ് ഓക്സൈഡ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. റൂമുകൾ വലിയ റൂമുകളൊന്നുമല്ല. റൂമുകൾ ഒരു ആവറേജ് ചെറിയ സൈസുള്ള റൂമുകൾ തന്നെ, വലിയ ഇതൊന്നും പറയാനില്ല. പിന്നുള്ളത് ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട്, ബാത്റൂം വരുന്നുണ്ട്. ഉൾഭാഗത്തിന് ഇത് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഈ റൂം കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വലിയ 2 റൂമുകളുണ്ട്, ചെറിയ 2 റൂമുകളുണ്ട്. ടോട്ടലി 4 റൂമുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഒന്നും ചെതലോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നൊരു വീടാട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, നമ്മളെ വില, ഈ വീട് കണ്ടിട്ട് നമ്മളിതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. വീടിനൊന്നും വില കാണുന്നേ ഇല്ല. കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ വീടിൻ്റെ ഉൾഭാഗങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട്. അപ്പോൾ സൗകര്യങ്ങളുണ്ട് വീട്. ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചണിനോട് ചേർന്നിട്ട് പുറത്ത് ടോയ്ലറ്റ്, സെപ്പറേറ്റ് ടോയ്ലറ്റ്, കുളിമുറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോയ്ലറ്റ്, കുളിമുറി. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം. മുകൾ ഭാഗം ഡ്രസ് ഇട്ടുണ്ട്. യഥേഷ്ടം വെള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നല്ല നെറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കിണറാണ്. വെള്ള സൗകര്യം ഉണ്ട്, പറ്റാത്ത കിണറുണ്ട്. ഇനി വീടിൻ്റെ പിൻഭാഗമാണ്. ഈ സ്ഥലത്തിൻ്റെ പിൻഭാഗം ഏറ്റവും അതിരാണ്. ഇവിടെ ഈ കെട്ട് കാണുന്ന ഇതൊരു തോടാണ്, കൈത്തോടാണ്. ഉണ്ടോ, പിൻഭാഗത്ത് പാടാണ്. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല. വെള്ളം കയറുകയാണെങ്കിൽ ആ വീട്ടിലൊക്കെ കയറിയിട്ടൊക്കെ തന്നെ ഞങ്ങൾ കയറുള്ളൂ. അപ്പോൾ ഇവിടെ വെള്ളം കയറണം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്. ഏകദേശം 12ഓളം തെങ്ങുകളുണ്ട്, വലിയ പുളിയുണ്ട്, 3 മാവുണ്ട്, പ്ലാവുണ്ട്, വലിയ നല്ല കാതിലുള്ള വലിയൊരു തേക്കുണ്ട്. അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. ഇതാണ് പിൻഭാഗത്ത് ആ വീട്. അവിടെ ഇത്രയും ഭാഗമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഘടന വരുന്നത്. ഇത് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. ഈ മതിൽ അത്യാവശ്യം വീതി ഉണ്ട്. ഇവിടെയൊക്കെ ബാക്കിലും സൈഡിലും ഇവിടെയൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് 2 പ്ലോട്ടായിട്ട് നമ്മൾക്ക് തിരിക്കണമെങ്കിൽ തിരിക്കാം. ഇവരിത് ഒരുമിച്ചേ കൊടുക്കുള്ളൂ. 20 സെൻറ്റ് സ്ഥലം, ബസ് റൂട്ടിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ബിൽഡിംഗ് സൈറ്റിലായിട്ടുള്ള നല്ലൊരു 20 സെൻറ്റ് സ്ഥലം. അതിൽ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായിട്ടുള്ള ഒരു വീട്. കുറച്ച് ഭാഗം ടെറസ്, കുറച്ച് ഭാഗോടൊക്കെ ആയിട്ടുള്ള ഒരു വീട്. അപ്പോൾ നമ്മൾക്ക് വീടൊക്കെ പോട്ടെ, വീടിന്റെ വില ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. കാലി സ്ഥലത്തിന്റെ വില മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടിക്ക് 20 സെന്റ് സ്ഥലം. സ്ഥലത്തിന്റെ ഘടന
അതിലെ എന്തൊക്കെ മരങ്ങളുണ്ട്, എങ്ങനെയാണ് വെള്ളത്തിന് എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടി ഭാഗത്താണ്. കൂട്ടിലങ്ങാടി 3 കിലോമീറ്റർ കുളപ്പറമ്പ് റോഡിന് പോയി കഴിഞ്ഞാൽ കടൂപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കടൂപ്പുറം കൂട്ടിലങ്ങാടി 3 കിലോമീറ്റർ ബസ് റൂട്ടുള്ള മിനി ബസ് സർവീസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ജനവാസമൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയ. സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. ചുരുങ്ങിയത് 4-4.5 ലക്ഷം റുപ്യക്കടെ പെർ സെന്റിന് മാർക്കറ്റ് ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ അപ്പൊ നമ്മൾ അത്ര ഒന്നും കൊടുക്കണ്ട, വീടിന് നിങ്ങൾ വില ഒന്നും കാണണ്ട. അപ്പൊ അർജന്റ് വിൽപ്പനയാണ്. 3,60,000 രൂപ ഒരു സെന്റ് സ്ഥലത്തിന് വെച്ചിട്ട് 20 സെന്റ് സ്ഥലത്തിന് എത്രയാണോ വരുന്നത് അളന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ ഒരു സെന്റ് സ്ഥലത്തിന് 3,60,000 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്താക്കാം. നല്ലൊരു ഏരിയ കേട്ടോ, നല്ലൊരു ഏരിയ ആണ്. ബിൽഡിംഗ് സൈറ്റ് ആണ്. ഫ്രണ്ടിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെന്റ് ഇതൊക്കെ കയറ്റാം, ബാക്കിലേക്ക് വീട് കയറ്റാം. ഇനി ഒന്നിച്ച് വലിയ ഗോഡൌണുകൾക്ക് ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വലിയ റേറ്റ് ഒന്നും ചോദിക്കുന്നില്ല. 3,60 ഇവർ ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.